നമുക്ക് അങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 75 ദിർഹത്തിന് നമുക്ക് ഒരു പ്രസൻറ്റേഷനും ബാക്കി അകത്ത് സൂ ചുറ്റി കാണാം. എൻട്രൻസ് ഫീ എല്ലാം കൂടി ചേർത്ത് 75 ദിർഹം. അല്ലെങ്കിൽ 50 ദിർഹം ആണെങ്കിൽ നമുക്ക് എൻട്രൻസ് മാത്രമേ ഉള്ളൂ, പ്രസൻറ്റേഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് പ്രസൻറ്റേഷനും സൂവിലെ അനിമൽസും കാണാം. ഹായ് ഹലോ മച്ചന്മാരെ, നമ്മൾ ഇന്ന് പോകുന്നത് എംബ്രൈഡ് സൂ ആണ്. ഷഹാമയിലുള്ള എംബ്രൈഡ് സൂവിൽ പാർക്കിനകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. സൂവിൽ വരാൻ പറ്റിയ ടൈം എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഒരു 3 മണി 3:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് റീച്ച് ആവുന്നതാണ് ബെറ്റർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുറത്തുള്ള ഒട്ടക സവാരിയൊക്കെ ഉണ്ട്. അവിടെ ഒരാൾക്ക് 20 ദിർഹമാണ് ഒട്ടക സവാരി നടത്തുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് സവാരി ചെയ്യാൻ പറ്റും. നമുക്ക് പുറത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇച്ചിരി നേരത്തെ അവിടെ എത്തിയാലേ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഒരുപാട് താമസിച്ചു. അങ്ങനെ അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ഇരുട്ടി. അങ്ങനെ 1-2 കാര്യങ്ങളൊന്നും എനിക്ക് കാണാനോ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഓൺ ദ വേ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ ഇതിനകത്തുള്ള എൻട്രൻസും കാര്യങ്ങളും എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടെന്നുള്ളത്. നമുക്കത് കഴിഞ്ഞ് നേരെ എൻട്രൻസ് ആയിട്ട് കയറുവാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെൽക്കമിങ് ആണ്. ഈ എൻട്രൻസ് നല്ല രസമുണ്ട് കാണാനായിട്ട്. നേരെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫോട്ടോ സെക്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ മൃഗത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെയുള്ള അനിമേറ്റഡ് ഫോട്ടോസ് ഇവിടുന്ന് കിട്ടും. പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. അത് ഇത്തിരി നല്ലൊരു എമൗണ്ടാണ്, അനാവശ്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് നേരെ പോയിട്ട് കൗണ്ടറിലോട്ട് പോകും. വന്ന് കയറുന്ന കൗണ്ടറിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഫൺ സിറ്റി പോലെയുള്ളൊരു ഏരിയ ഉണ്ട്. പിള്ളേർക്ക് വന്നിട്ട് ഫൺ ഗെയിംസ് എല്ലാം കളിക്കാനുള്ള നല്ല ഒരു ഏരിയ ഉണ്ട്. അതും പ്രത്യേകിച്ച് പൈസയാണ്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ, നമ്മുടെ സൂവിലേക്ക് എൻട്രൻസ് ചെയ്യാനുള്ളതിൻ്റെ. ഓരോ ടിക്കറ്റിനും ഡിഫറെൻറ്റ് പ്രൈസാണ് ഇവിടെ ഉള്ളത്. ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത് 52 ദിർഹംസ് ആണ്, ജസ്റ്റ് ഒരാൾക്ക് എൻട്രി ചെയ്യുന്നത് മാത്രം. രണ്ടാമത്തെ ടൈപ്പ് ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ എൻട്രി ചെയ്തതിന് ശേഷം അവിടെ ഏതെങ്കിലും പ്രസൻറ്റേഷൻ കാണുവാണെങ്കിൽ, അതായത് സീ ലയൻ്റെയോ എലിഫൻറ്റോ പ്രസൻറ്റേഷൻ അവിടെ നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രത്യേക ടൈമിംഗ് ഉണ്ട്. അത് കാണുവാണെങ്കിൽ അതിന് വേണ്ടി 71 ദിർഹം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ വരുന്ന തേർഡ് കാറ്റഗറി ടിക്കറ്റാണ്, അത് VIP ടിക്കറ്റാണ്. 100 എബോ ആണ്. 120 ദിർഹംസ് വരും. ആ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പസാ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ട് നമുക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ ഒരു ടിക്കറ്റിലും നമുക്ക് പസാ കാർഡ് ഓഫർ അവിടെ കിട്ടുന്നതല്ല. ഇവിടെ അനിമൽസിൻ്റെ ഫീഡ് ചെയ്യുന്ന ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് എൻട്രാമിൽ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ കോർണറിൽ അതിന് ഗ്രാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ബണ്ടിൽ ഫീഡിംഗ് ഗ്രാസ് കൈക്കലായി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, ഇത് നമുക്ക് ജിറാഫിനോ ഹിപ്പോയ്ക്കോ മങ്കിക്കോ ഈ ഗ്രാസ് കൊടുക്കാൻ പാടില്ല. ജിറാഫിനും മങ്കിക്കും വേണ്ടി അതിൻ്റെതായിട്ടുള്ള ഫീഡിംഗ് ഗ്രാസ് വേറൊരു ഷോപ്പിൽ നിന്ന് മേടിക്കേണ്ടതാണ്. പുറത്ത് കണ്ടതുപോലെ അല്ല കേട്ടോ. കുറച്ചും ഉള്ളിലോട്ട് പോകുന്നതും നല്ല ആംബിയൻസാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള മ്യൂസിക്കും അവിടെ ഒരു ചെറിയ ഫൗണ്ടൻ ഉണ്ട്. ആ വെള്ളത്തിൻ്റെയൊക്കെ ശബ്ദം ഇങ്ങനെ പോകുന്നതും നല്ല രസമുണ്ട് കാണാനായിരുന്നാലും കേൾക്കാനായിരുന്നാലും. സിപ്പ് ക്ലൈംബ് ഉണ്ട് ഇവിടെ. സിപ്പ് ക്ലൈംബ് ആക്ടിവിറ്റി ആവശ്യമുള്ളവർക്ക് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജയന്റ് ടോർട്ടോയ്സ്. ഈ കാണുന്ന ടോർട്ടോയ്സിൻ്റെ സ്റ്റാച്ചു വച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നല്ല ഫുഡാണ് അവിടെ. ഫാമിലിക്കായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ് സ്റ്റേഷനാണത്. എങ്ങനെയാണെന്നറിയില്ല, കുട്ടികളെ കഴിക്കുന്ന ഫീഡ് അമ്മയ്ക്ക് മനസ്സിലായി. അത് കണ്ടപ്പോൾ തന്നെ അത് ഓടി വരുമോ കഴിക്കാനായിട്ട്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു ഫൗണ്ടൈനും ആ വെള്ളത്തിൽ തന്നെ അരയന്നത്തിന് നമുക്ക് കാണാം. അതിനെ കുറച്ച് മുന്നോട്ടാകുമ്പോഴത്തേക്കും കുറച്ച് മുയലുകൾ ഇട്ടിക്കുന്ന ഒരു കേജ് കാണാൻ പറ്റും. ചൂടായതുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് അവർ ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതാണ് സാധാരണ സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ജീവി, 6 ബാൻഡഡ് അർമഡിലോ. ഇത് രാത്രി കാലങ്ങളിലാണ് ഇത് ഫുഡ് തേടി ഇറങ്ങുന്നതെന്നാണ് ഇവർ പറഞ്ഞതായിട്ടുള്ള അറിവ്. ഇവിടെ ഒരു ബേർഡ് പാർക്കുണ്ട്. അതിനകത്ത് പല രാജ്യത്തു നിന്നുള്ള പല ടൈപ്പിലുള്ള ബേഡ്സുകൾ ഇതിനകത്തുണ്ട്, പല സ്പീഷീസിൽ പെട്ടത്. ഇത് നമ്മൾ എൻ്റർ ആയപ്പോൾ ആദ്യം അവിടെ കണ്ട അതേ ആക്ടിവിറ്റി ഏരിയ ആണിത്. ഇത് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവിടെ ഇൻഫോം ചെയ്താൽ അവിടെ നിന്നൊരു ഗൈഡ് വന്ന് നമ്മളെ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് മെക്കാവോ. നമ്മുടെ ഈ സൗത്ത് അമേരിക്കയിലെ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ്. നമ്മളിവിടെ ആണെങ്കിൽ പഞ്ചവർണ്ണ തത്ത എന്ന് പറയും. അതിനകത്തുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കൂളർ വെച്ചിട്ടുണ്ട്, മയിലിനൊക്കെ വേണ്ടി ഒരു തണുപ്പ് കിട്ടാനായിട്ട്. അതുകൊണ്ട് ആ തണുപ്പ് കിട്ടാൻ വേണ്ടി അവരെല്ലാം കൂടി ഇവിടെ വന്നിരിക്കുകയാണ്.
നമ്മളെ കാണുമ്പോൾ അത് ഓടി വരുവാണ്. പിന്നെ ഫീഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ആടുകളും കുരങ്ങന്മാരും യമു അതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആശാന്മാരിവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രസൻറ്റേഷൻ കാണാൻ സമയമായി. നമുക്കിപ്പോൾ ആദ്യം സീ ലാൻഡിൻ്റെ പ്രസൻറ്റേഷൻ കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എലിഫൻ്റ് പ്രസൻറ്റേഷൻ കാണാൻ പോകാം. അതിന് ഓരോ പ്രത്യേക ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിനെ പോയി കാണാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ ഓൾറെഡി അവിടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരണം റിസപ്ഷനിൽ നിന്ന്. ഇവിടെയാണ് സീ ലൈൻ പ്രസൻറ്റേഷൻ നടക്കുന്നത്. നമുക്ക് അകത്ത് പോയി സീ ലൈൻ പ്രസൻറ്റേഷൻ കാണാം. Hello everybody, good afternoon and welcome to Emirates Park Zoo and Resort. And let me introduce to you my partners one at a time. So here with me is one of the juvenile member of the Sea Lion Flavor family, and his name is Claudio. And joining with a big smile. Wow, see? I told you he's very happy to meet you. And they're using these flippers to swim through the water, just like birds uses their wings to fly through the air. This is what we call strength. Great job there, guys. And keep marching. Okay, guys. So now, trainer's hand. So like this, okay? If we want the target or we want the sea lion to move the head backwards or forwards, we just simply move the target. Show them what you got. Hit it. And this. And that's what we call സീ ലൈൻ പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 30 മിനിറ്റ്സോളം ഉണ്ട്. നമുക്ക് വീഡിയോയിൽ ഇടാനുള്ള പരിമിതി കാരണം ഞാൻ അത് കട്ട് ഷോട്ട് ചെയ്തിടുവാണ്. അതുപോലെ തന്നെ എലിഫന്റ് ഷോയ്ക്കും സെയിം തന്നെയാണ്, ഇത്രയും ടൈം ഉണ്ട്. Sticking out right there, female Asian elephant. And amazing because inside their trunk, Avantika. Do you like elephant? Inside, okay? Just drop it, okay. Let's see what Radha will do with the ball. Okay, you can take it. Take it, yeah! Thank you, Avantika. You can sit with Papa and Mama again. So that one. Okay. One time they drink it. They just drink it. Okay, let's get spray. Woo! So you feel for us, everyone? ഇതായിരുന്നു നമ്മുടെ എലിഫന്റ് പ്രസൻറ്റേഷൻ. അടിപൊളി പ്രസൻറ്റേഷൻ ആയിരുന്നു. ആദ്യം തുടങ്ങിയപ്പോൾ ഒരു ബോറായിരുന്നു, പക്ഷേ ലാസ്റ്റ് ചെറിയ ഫണ്ണ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു സ്നേക്കിനെ ഒരു ഓപ്പണായിട്ട് എക്സിബിഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുകയും ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇവിടുത്തെ ആഫ്രിക്കൻ ലയണാണിത്. ഇതിനൊരു 10 തൊട്ട് 15 വർഷമാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്.
നമ്മളിപ്പോൾ വൈഡ് എലമെൻറ്റ്സിൽ ഇട്ടേക്കുന്ന ചെറിയൊരു സെക്ഷൻ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇവിടെ ഇറങ്ങിയിരുമ്പോൾ നേരെ കാണുന്നതാണ് എമിറേറ്റ്സ് റിസോർട്ട്. ആ റിസോർട്ടിൽ നമുക്ക് താമസിക്കാം, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ചാർജും കാര്യങ്ങളുണ്ട്. സീസൺ അനുസരിച്ച് അതിൻ്റെ ചാർജിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇവിടെ എടുത്തു പറയാമെന്നുള്ളത്, ഇവിടെ നമുക്കൊരു VIP പാക്കേജ് ഉണ്ട്. 2100 ദിർഹം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 4 പേർക്ക് ഒരു ദിവസം ഫുള്ളും സൂവിനകത്ത് കറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ ഫ്രീ ആണ്. ഈ കാണുന്ന എല്ലാ മൃഗങ്ങളും അടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും അതുപോലെ നല്ലൊരു ഗൈഡിനെ കൂടെ കിട്ടും. നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് റെപ്റ്റൈൽ സെക്ഷനിലോട്ട് പോകാം. അവിടെ വെറൈറ്റി പാമ്പുകളെ കാണാം കേട്ടോ. ഈ റെപ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള ഈ റൂം അറേഞ്ച് ചെയ്യുന്ന നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഗ്രീനിഷ് കളറിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആഫ്രിക്കക്കാരുടെ ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും സൗണ്ടാണ് ആ കേൾക്കുന്നത്. ലൈറ്റ് വിഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആട്ടോ. ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളെല്ലാം അടിപൊളി, നല്ല ഭംഗിയാണ്. ഇവിടെ നല്ലൊരു അക്വേറിയം ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല കളറുള്ള ഒരുപാട് മീനുകൾ നമ്മളിവിടെ കണ്ടായിരുന്നു. നമ്മളങ്ങനെ ജിറാഫിന് ഫീഡ് മേടിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഈ ഗൈഡ് നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുക ജിറാഫിന് ഫീഡ് ചെയ്യാനായിട്ട്. അതിനുവേണ്ടിയുള്ള ഫുഡ് നമുക്ക് അവിടെ തന്നെ കിട്ടുന്നു. അതിന് ജിറാഫിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു കോർണർ ഷോപ്പിൽ നിന്നൊന്ന് മേടിക്കാൻ പറ്റും കേട്ടോ. നമ്മളതിനെ ഓരോന്നായിട്ട് കൊടുക്കുകയാണ്. അയാൾ ഓരോരുത്തരായിട്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്, എങ്ങനെ കൊടുക്കണമെന്നെല്ലാം പറയുന്നുണ്ട്. അവിടുത്തെ റെഡ് ലൈൻ ഉണ്ട്, ആ റെഡ് ലൈൻ ക്രോസ് ചെയ്യാതെ കൊടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കിപ്പോൾ ജിറാഫിൻ്റെ അടുത്തിരുന്ന് ഫോട്ടോ എടുക്കാനായിരുന്നാലും ഫുഡ് കഴിക്കാനായിരുന്നാലും നമുക്കങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഡിന്നർ കഴിക്കാൻ ലഞ്ചിനായിരുന്നാലും നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് പ്രത്യേകിച്ച് പേയ്മെൻറ്റ് റിസപ്ഷനിൽ അടച്ച് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വരേണ്ടതാണ്. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് സൈഡിൽ ഗൊറില്ലയുടെ ഒരു സ്റ്റാച്ചു അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളക്കടവയും ഹൈനയും കാണണമെങ്കിൽ നമുക്ക് ഈ ഗുഹയ്ക്കകത്തൂടെ വേണം പോകേണ്ടത്. അനിമൽ പാരഡൈസ്. ഇവിടെയാണ് നമ്മൾ കാണുന്ന ഒട്ടകങ്ങളും കുതിരകളും ചെറിയ കുതിരകളുണ്ടല്ലോ, പോണി കുതിരകളൊക്കെ, അതേപോലെ തന്നെ പശുക്കൾ, ഇവരെയൊക്കെ ഇട്ടേക്കുന്നത് ഇവിടെയാണ്. അതേപോലെ കുറുക്കന്മാരെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് പരുന്ത് മുമ്പുണ്ടായിരുന്നു. പരുന്തിൻ്റെ സെക്ഷനൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ മൂങ്ങ, അതിൻ്റെയൊക്കെ സെക്ഷനെല്ലാം ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് റൈഡിങ് സോൺ. ചെറുതും വലുതായിട്ടുള്ള ഹോഴ്സ് നമുക്കിവിടെ റൈഡ് ചെയ്യാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ഈ ഒരു ലൊക്കേഷനാണ് ആമകളും ഓന്തുകളും ഉള്ളത്. പലതരത്തിലുള്ള ആമകൾ നമുക്കിവിടെ കാണാം, കുഞ്ഞതും വലുതുമായിട്ടുള്ളത്.
നക്ഷത്ര ആമകളെയും കാണാം. അതേപോലെ തന്നെ പല വെറൈറ്റിയുള്ള കളറിലുള്ള ആമകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ സൂയിൽ പോയിട്ടുണ്ടായ മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യും.